നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിലെ രാജസ്ഥാൻ റോയൽസിന്റെ ദയനീയ പ്രകടനം തുടരുകയാണ്. അവസാന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനോട് 100 റൺസിന് നാണം കെട്ടാണ് തോറ്റിരിക്കുന്നത് രാജസ്ഥാൻ. 11 മത്സരത്തിൽ നിന്ന് 3 ജയം ഉൾപ്പെടെ 6 പോയിന്റാണ് രാജസ്ഥാനുള്ളത്. ശേഷിക്കുന്ന 3 മത്സരം ജയിച്ചാലും രാജസ്ഥാന് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാം. ഇത്തവണ തൊട്ടതെല്ലാം രാജസ്ഥാന് പിഴയ്ക്കുകയും ചെയ്തു. മെഗാലയനത്തിന് മുൻപ് ജോസ് ബട്ട്ലർ, ട്രെന്റ് ബോൾട്ട, യുസ്വേന്ദ്ര ചഹാൽ എന്നിവരെ ഒഴിവാക്കിയതിന് വലിയ വിലയാണ് രാജസ്ഥാന് നൽകേണ്ടി വന്നിരിക്കുന്നത്. നിലനിർത്തിയ ധ്രുവ് ജുറയിലും ഷിബ്രാൻ ഹെറ്റ്മെയറും റിയാൻ പരാഗുമെല്ലാം ടീമിൻ്റെ അന്തകന്മാരാകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. രാജസ്ഥാന്റെ നായകനായ സഞ്ജു സാംസന് പരിക്കേറ്റതാണ് ടീമിന് വലിയ തകർച്ചയിലേക്ക് തള്ളിവിട്ടത് കാര്യങ്ങൾ. ആദ്യ 3 മത്സരത്തിലും നായകനില്ലാതെ സഞ്ജു കളിച്ചു. പിന്നീട് നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെ വീണ്ടും പരിക്കേറ്റതോടെ ടീമിന് പുറത്താവുകയായിരുന്നു സഞ്ജു. ടീമിന് കരുത്തായി ഡഗ്ഔട്ടിൽ സഞ്ജു ഉണ്ടായിരുന്നുവെങ്കിലും കളത്തിലെ സഞ്ജുവിൻ്റെ വിടവ് നികത്താൻ രാജസ്ഥാന് സാധിച്ചില്ല എന്ന് തന്നെ പറയാം. എന്നാൽ മുംബൈക്കെതിരായ തോൽവിക്ക് പിന്നാലെ സഞ്ജുവിനെതിരെ വിമർശനവും ഉയരുകയാണ്. രാജസ്ഥാൻ റോയൽസ് തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് മുംബൈക്കെതിരെ നടത്തിയത്. ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ടീം നനഞ്ഞ പടക്കമായി മാറി. തോൽവിക്ക് ശേഷം രാജസ്ഥാൻ ടീമാകെ നിരാശയോടെയാണ് കാണപ്പെട്ടത്. ഡഗ്ഔട്ടിലിരുന്ന സഞ്ജു ആദ്യം ഭാവവ്യത്യാസമില്ലാത്ത മുഖഭാവത്തിലാണ് കണ്ടത്. എന്നാൽ ഒരു വശത്തേക്ക് മുഖം മാറ്റി സഞ്ജു ചെറുതായി ചിരിക്കുന്നതും മത്സരശേഷം കാണാൻ സാധിച്ചു. ഇതാണ് വിമർശനത്തിന് വഴി തുറന്നിരിക്കുന്നത്. ടീമിന്റെ തോൽവി സഞ്ജു ആഗ്രഹിക്കുന്നുവെന്നും ടീമിനുള്ളിലെ ഭിന്നത തുറന്നു കാട്ടുന്നതാണ് ഇതെന്നുമാണ് ആരാധകർ പറയുന്നത്. സഞ്ജു ടീമിന്റെ നായകനാണ്. ടീമിൽ പല പ്രശ്നങ്ങളുണ്ട് എങ്കിലും സീനിയർ താരമെന്ന നിലയിൽ, പ്രധാന താരമെന്ന നിലയിലും ഇത്തരമൊരു പ്രതികരണം സഞ്ജു നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സഞ്ജുവിനെ വളർത്തിയത് രാജസ്ഥാനാണ്. രാഹുൽ ദ്രാവിഡുമായി സഞ്ജുവിന് അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ തോൽവി സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്നുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. തന്റെ വാക്കുകൾ കേൾക്കാതെ ടീമിൽ നടത്തിയ വലിയ അഴിച്ചുപണികളാണ് രാജസ്ഥാന്റെ തോൽവിക്ക് കാരണമായിരിക്കുന്നത്. ഇതിൽ വസ്തുതയുണ്ടെങ്കിലും സഞ്ജു ടീമിന്റെ തോൽവിയിൽ നിരാശ കാണിക്കാത്തത് നന്ദികേടാണെന്നാണ് ആരാധകർ വിമർശിക്കുന്നത്. സഞ്ജുവിന് ആദ്യം അവസരം നൽകിയത് ദ്രാവിഡാണെന്ന് മറക്കരുത് എന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സഞ്ജു സാംസനെ അവഗണിച്ച റിയാൻ പരാഗിനെ നായകനാക്കിയുള്ള നീക്കമാണ് രാജസ്ഥാൻ നടത്തുന്നത്. സഞ്ജു പരിശീലനമടക്കം നടത്തിയിട്ടും കളിപ്പിക്കാൻ ദ്രാവിഡ് തയ്യാറാകുന്നില്ല. ഇതിൽ നിന്ന് തന്നെ സഞ്ജുവിനെ തടയാനുള്ള നീക്കം വ്യക്തമാണ്. രാജസ്ഥാന്റെ തോൽവി സഞ്ജു ആഘോഷിക്കുകയല്ല ചെയ്തത്. തനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിന്റെ നിരാശ സഞ്ജുവിനുണ്ടായിരുന്നു. മത്സരശേഷം സ്വാഭാവികമായും സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് സഹതാരങ്ങളോട് പെരുമാറുകയാണ് സഞ്ജു ചെയ്തത്. ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നാണ് ആരാധകർ പറയുന്നത്. എന്തായാലും സഞ്ജു രാജസ്ഥാനിൽ അസ്വസ്ഥനാണ് എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്.